പോലീസർ അന്വേഷിച്ചു പോയപ്പോൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഷിബിലിയുടെ മാംസമില്ലാത്ത എല്ലും കഷ്ണങ്ങൾ മാത്രമായിരുന്നു. അതിലെ മാംസങ്ങളെല്ലാം ഉരിന്തെടുത്ത് അവൻ്റെ സുഹൃത്തുക്കൾ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനെ പിടിച്ചു കുലുക്കിയ ഷിബിൽ സാദിഖ് ഹരിതയുടെ കൊലപാതകത്തെക്കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ സംഭവം നടക്കുന്നത് 2023 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ഷിബിലിൻ്റെ വയസ്സ് 20 വയസ്സാണ്. ഇവന് കോളേജ് പഠിപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവനിക്ക് പൈസക്കും കാര്യങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത കോഴി ഫാമിലെ മാനേജറും കാര്യങ്ങളുമായിട്ടായിരുന്നു ഇവൻ പണിയും കാര്യങ്ങളും എടുത്തു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ തന്നെ ആ കോഴി ഫാമിലോട്ട് ഓഗസ്റ്റ് 28-ാം തീയതി ഇവൻ പണിക്ക് പോവുകയും ചെയ്തു. അന്നേ സമയം വളരെയധികം വൈകിയിട്ടും വീട്ടിലോട്ട് ഇവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ നേരം കുറേ ആയി എന്ന് അമ്മ മനസ്സിലാക്കുകയും പിന്നീട് ഷിബിലിൻ്റെ മൊബൈലിലോട്ട് വിളിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഷിബിലിൻ്റെ മൊബൈലിലോട്ട് ഈ അമ്മ വിളിച്ച സമയത്താണെങ്കിൽ ഇവൻ ഫോൺ കോളും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അമ്മയുടെ മനസ്സിലോട്ട് ഭയം ഇരച്ചു വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ അമ്മ ഭയന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ കോഴി ഫാമിൻ്റെ ഓണറിനെ വിളിക്കുകയാണ്. ഓണറിനെ വിളിച്ചപ്പോൾ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷിബിലാണെങ്കിൽ നേരത്തെ തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് ഈ അമ്മ നേരെ കോഴി ഫാമിലോട്ട് പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പിന്നീട് മൊബൈലും എടുത്തുകൊണ്ട് തന്നെ നേരെ കോഴി ഫാമിലോട്ട് പുറപ്പെടുകയാണ്. ഈ കോഴി ഫാമിലോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷിബിലിൻ്റെ മൊബൈലിൽ നിന്ന് ഒരു ഫോൺ കോൾ ഈ അമ്മയുടെ വശത്തോട്ട് വരികയും ചെയ്തു. പിന്നീട് ഈ അമ്മയാണ് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ഷിബിൽ വളരെയധികം അലർന്ന് കരയുന്ന ഒരു സൗണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആരൊക്കെ ചേർന്നുകൊണ്ട് തന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണം അമ്മേ, പെട്ടെന്ന് തന്നെ ഈ വിവരം അച്ഛൻ്റെ പക്കൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്നെ പെട്ടെന്ന് രക്ഷിക്കൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ അമ്മയുടെ പക്കൽ ഷിബിൽ പെട്ടെന്ന് പറയുകയും പിന്നീട് ഫോൺ കോൾ കട്ടാവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രക്ക് ഡ്രൈവർ ആയിട്ടുണ്ടായിരുന്ന ഷിബിലിൻ്റെ അച്ഛനെ വിളിച്ച് ഈ അമ്മ പറയുകയും പിന്നീട് ഈ അമ്മയും അച്ഛനും പെട്ടെന്ന് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിയാതെ തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോയതിൽ നിന്ന് ഒരാളാണെങ്കിൽ ഷിബിലിൻ്റെ മൊബൈൽ വെച്ചുകൊണ്ട് തന്നെ ഈ മാതാവിൻ്റെ മൊബൈലിലോട്ട് വിളിക്കുകയാണ്. ഈ അമ്മയുടെ മൊബൈലിലോട്ട് വിളിച്ചതിന് ശേഷം ധാരാളം സമയം ഷിബിലാണെങ്കിൽ കരയുന്ന സൗണ്ടായിരുന്നു ഈ അച്ഛനും അമ്മക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൽ നിന്ന് ഒരാൾ മൊബൈലെടുത്ത് സംസാരിക്കുകയും ചെയ്തു. 12 ലക്ഷം ബംഗ്ലാദേശ് ഡക്ക നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ ജീവനോടെ വിട്ടുതരാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് മൊബൈൽ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ മകനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ 12 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. വളരെയധികം താഴേക്കടയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയും കാര്യങ്ങളുമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് 12 ലക്ഷം രൂപ കണ്ടുപിടിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെയധികം നടക്കാത്ത കാര്യമായിരുന്നു. പിന്നീട് ഒരു മൊബൈൽ ഫോൺ പിന്നീട് ഇവരെ കയ്യിൽ നിന്ന് വന്നപ്പോൾ ഈ അമ്മയും അച്ഛനും മൊബൈൽ എടുത്തതിന് ശേഷം ഇവരെ സിറ്റുവേഷൻ മുഴുവൻ ഇവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും രൂപ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഞങ്ങൾ കടങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇത്രയും രൂപ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ലക്ഷം ടക്ക തരികയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ ജീവനോടെ വിടാം. നാളെ ബന്ദർബാനിലെ ഇന്ന സ്ഥലത്ത് ഈ 2 ലക്ഷം ടക്ക കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ അവിടെ നിന്ന് ഏൽപ്പിക്കും. പിന്നീട് പണം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു കളയുമെന്നായിരുന്നു ഈ അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 2 ലക്ഷം ബംഗ്ലാദേശ് ഡക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏകദേശം 1.5 ലക്ഷം രൂപയോട് അടുത്ത് വരും. പിന്നീടാണെങ്കിൽ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട് തന്നെ പിന്നീട് കടങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ 2 ലക്ഷം ഡക്ക എന്ന് പറയുന്ന സംഖ്യ ഇവർ ഒപ്പിക്കുകയും പിന്നീട് ബന്ദർബാനിലെ ഇന്ന സ്ഥലത്തോട്ട് പിന്നീട് ഇവർ പുറപ്പെടുകയും ചെയ്തു. ഇവർ പറഞ്ഞ കറക്റ്റ് പോയിന്റിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാൾ മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പിന്നീട് ഈ പണം വാങ്ങിക്കുകയും ചെയ്തു. ഈ അച്ഛനും അമ്മയും ഇവരുടെ പക്കൽ ചോദിക്കുകയാണ്, ഞങ്ങളുടെ മകൻ എവിടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മകൻ എവിടെയെന്ന് ഈ അച്ഛനും അമ്മയും ചോദിച്ച് ഇവരോട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറുപടി, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ ദിവസം ഇവർ വീട്ടിലോട്ട് പോവുകയും പിന്നീട് കാത്തു നിൽക്കുകയും ചെയ്തു. അന്നേ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം കൂടി ഇവർ കാത്തു നിൽക്കുകയാണ്. പിന്നീട് 2 ദിവസമാകുന്നുണ്ട്. അതിനുശേഷം 3-ാമത്തെ ദിവസം ഇവർ കാത്തു നിന്നതിന് ശേഷം മകൻ വന്നില്ല എന്ന് ഇവർ മനസ്സിലാക്കിയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഈ വിവരം തിന്ന പോലീസുകാരാണെങ്കിൽ ഈ അച്ഛനെയും അമ്മയും ധാരാളം വഴക്ക് പറഞ്ഞ് ശകാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഇത്രയും സമയമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസുകാർ ഇവരെ രണ്ടുപേരും ശകാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഈ പോലീസുകാർ കേസും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് സെപ്റ്റംബർ 7-ന് കേസ് അന്വേഷണം കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തു. പിന്നീട് സെപ്റ്റംബർ
സെപ്റ്റംബർ 11 ആയ ഉടനെ തന്നെ പിന്നീട് പോലീസുകാർക്ക് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ഷിബിൽ സാദിഖ് ഹരിത കോഴി ഫാമിൽ പണിയെടുക്കുന്നുണ്ടായിരുന്ന അന്നേ സ്ഥലത്ത് തന്നെ 6 ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഇവരെക്കാൾ വയസ്സിന് മൂത്ത ആളുകളാണ്. ഇവർ തന്നെയായിരുന്നു ഇവനെ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കുകയും ചെയ്തു. അതായത് ഷിബിൽ സാദിഖ് ആണെങ്കിൽ അവിടുത്തെ മാനേജറും കാര്യങ്ങളുമായിട്ടായിരുന്നു പണിയും കാര്യങ്ങളും എടുത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇവൻ വീട്ടിലോട്ട് പോയതിനു ശേഷം പിറ്റേ ദിവസം വരികയാണെങ്കിൽ കോഴിക്ക് കൊടുക്കുന്ന തീറ്റകളിൽ നിന്ന് ചാക്കുകൾ കുറയുന്നതായിട്ട് ഇവൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ചാക്കുകൾ എവിടെയാണ് പോകുന്നത് എന്ന് ഇവർ കണ്ടുപിടിക്കണമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാത്രി ഇവൻ അവിടെ നിന്ന് ഒളിച്ചു നോക്കി നിന്നപ്പോഴാണ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ കൂട്ടത്തിൽ തന്നെ പണിയെടുക്കുന്ന ആ 6 ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ കോഴിത്തീറ്റയിലെ ചാക്കുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എന്ന്. പിന്നീട് ഇവൻ നേരെ വരികയും പിന്നീട് ഇവരെ കൈയോടെ പിടിക്കുകയും ചെയ്തു. ഇവനേക്കാൾ വയസ്സിന് മൂത്ത ആളുകളായതുകൊണ്ട് തന്നെ പിന്നീട് അത് തർക്കമാവുകയും പിന്നീട് കയ്യാങ്കളിയിലോട്ട് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ കോഴി ഫാമിന്റെ ഓണറിനെ ഷിബിൽ സാദിഖ് വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ സ്ഥലത്തോട്ട് കോഴി ഫാമിന്റെ ഓണർ വരികയും ചെയ്തു. പിന്നീട് ഈ 6 പേരെ പിന്നീട് ഒരു വാണിംഗ് കൊടുക്കുകയുമാണ് പിന്നീട് അതിന്റെ ഓണർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഷിബിലാണെങ്കിൽ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ 6 പേർക്കും ഇവന്റെ പേരിൽ വളരെയധികം വലിയ രീതിയിലുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഓഗസ്റ്റ് 28-ാം തീയതി പിന്നീട് വൈകുന്നേരം ഇവൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇവനെ കാർ എടുത്തു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം പിന്നീട് പണം വാങ്ങിച്ചതിന് ശേഷം പിന്നീട് ഇവനെ വിട്ടയക്കാമെന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമൻ സിംഗ് വർമ്മ പറയുന്നത്, അതായത് ഇവനെ വിട്ടുകയാണെങ്കിൽ നമ്മളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് ബാക്കിയുള്ള ആളുകളോട് പറയും. ഇതൊക്കെ കൊണ്ട് തന്നെ പണം വാങ്ങിച്ചതിന് ശേഷം പിന്നീട് ഇവനെ വിടാൻ വേണ്ടി സാധിക്കില്ല, ഇവനെ കൊല്ലണമെന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉമൻ സിംഗും അതുപോലെ തന്നെ അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള 5 പേരും ചേർന്നുകൊണ്ട് തന്നെ കഴുത്തറുത്ത് ഇവനെ കൊലപാതകം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ അച്ഛനും അമ്മയും ഇവർക്ക് പണം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ ചോദിച്ച സമയത്ത് പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന്റെ ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളാക്കി മുറിച്ചതിന് ശേഷം കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു. മറിച്ച് നേരെ പോലീസുകാർ അന്നേ സ്ഥലത്തോട്ട് പോവുകയാണ്. അന്നേ സ്ഥലത്തോട്ട് പോയ പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഷിബിൽ സാദിഖിന്റെ എല്ലുകൾ മാത്രമായിരുന്നു. അതിൻ്റെ അകത്താണെങ്കിൽ മാംസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറിച്ച് പോലീസുകാർ അമ്പരന്ന് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കലും ഒരാളുടെ ശരീരം ഒരാഴ്ച കൊണ്ട് തന്നെ ഡീകമ്പോസും കാര്യങ്ങളും ആകില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഈ കൊലപാതകം ചെയ്തതിന് ശേഷം ഇവൻ്റെ ശരീരഭാഗങ്ങൾ എന്തുകൊണ്ടാണ് എല്ലും കഷ്ണങ്ങളായത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പിന്നീടും പോലീസുകാർ തുടങ്ങിയാണ്. പിന്നീടാണ് പോലീസുകാരുടെ പക്കൽ പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൻ്റെ ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ തന്നെ കാട്ടിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇവനാണ് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാകും. മറിച്ച് എല്ലുകൾ മാത്രമാണെങ്കിൽ കാണുന്നത് പിന്നീട് ആളുകൾ ആരും ഇതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ വേണ്ടി തുടങ്ങില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ മുഴുവൻ ഉയർന്നെടുക്കുകയും ഇവർ ചെയ്തു. അതിനുശേഷം പിന്നീട് ഉമൻ സിംഗ് വർമ്മ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകളാണെങ്കിൽ വേവിച്ചതിന് ശേഷം ഇവന്റെ മാംസഭാഗങ്ങൾ കഴിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് ഇത് ബംഗ്ലാദേശിൽ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം താഴെക്കടയിൽ ജീവിക്കുന്ന ഷിബിൽ സാദിഖ് ഹരിതോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇവർ അതിദാരുണമായി 6 പേരും കൊലപാതകം ചെയ്തു. അത് ഇവരെ മാംസങ്ങൾ വരെ ഭക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും ബംഗ്ലാദേശിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉമൻ സിംഗ് വർമ്മേനെ ഇത്തരത്തിൽ തന്നെ കോടതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഉമൻ സിംഗ് വർമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ തന്നെ കോടതിയിലോട്ട് പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ അകത്താണ് ഉമൻ സിംഗ് വർമ്മ അടങ്ങിയിട്ടുണ്ടായിരുന്ന ആ വാഹനം ബംഗ്ലാദേശിലുള്ള ആളുകളാണെങ്കിൽ തടഞ്ഞു. പിന്നീട് അതിലുണ്ടായ 3 പോലീസുകാർ ഭയന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. പിന്നീട് ആൾക്കാരുടെ കൂട്ടമർദ്ദനത്തിനൊടുവിൽ ഉമൻ സിംഗ് വർമ്മ മരണപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള 5 ആൾക്കാരെയും കോർട്ടിൽ കൊണ്ടുപോയി പോലീസുകാർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സെൻഡിങ് ഓഫ് ഇറ്റ്സ് മീ അഫ്രാദ്.